എന്നോട് ഞങ്ങളോട് ക്ഷമിക്ക്. ഞാനും വിഷ്ണു തമ്മിലുള്ള കല്യാണത്തിന് എനിക്ക് താല്പര്യമില്ല. എല്ലാവരും കൂടെ നിർബന്ധിച്ച കാരണമാണ് ഞങ്ങളെല്ലാത്തിനും സമ്മതം മൂടിയത്. ഞാനും ഏട്ടനും വർഷങ്ങളോളം ഇഷ്ടത്തിലാണ്. അത് ഒരാൾക്ക് മാത്രമേ അറിയുള്ളൂ, ചേച്ചിക്ക് മാത്രമേ അറിയുള്ളൂ. ചേച്ചി ഒന്നും മിണ്ടാണ്ട് വെക്കായിരുന്നു. നമസ്കാരം. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വളരെയധികം വൈറലായിരിക്കുന്ന ഒരു വീഡിയോ ആണിത്. ചേച്ചിയുടെ ഭർത്താവുമായിട്ട് അവിഹിത ബന്ധം. ഒടുവിൽ വിവാഹത്തിന് തൊട്ടു മുന്നേ ആയിട്ട് വധു ആ സഹോദരൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയിരിക്കുകയാണ്. അപ്പോൾ വളരെയധികം ഞെട്ടിക്കുന്ന കാഴ്ചകളും ഞെട്ടിക്കുന്ന വാർത്തകളുമാണ് അനുദിനം വരുന്നത്. സ്വന്തം ചോരയിൽപ്പെട്ട സഹോദരൻ്റെ കുഞ്ഞുണ്ടാവുന്നു, അതുപോലെ തന്നെ ഇതുപോലെ സഹോദരിയുടെ ഭർത്താവുമായിട്ട് അവിഹിത ബന്ധമുണ്ടാക്കുന്നു. വല്ലാത്തൊരു കലികാലത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഇവരുടെ ഈ ഒരു കവിതാക്കളുടെ വാക്കുകളൊക്കെ നമുക്കൊന്ന് കേട്ട് നോക്കാം കേട്ടോ. വർഷങ്ങളോളം ഇഷ്ടത്തിലാണ്. അത് ഒരാൾക്ക് മാത്രമേ അറിയുള്ളൂ, ചേച്ചിക്ക് മാത്രമേ അറിയുള്ളൂ. ചേച്ചി ഒന്നും മിണ്ടാണ്ട് വെക്കായിരുന്നു. പെൺകുട്ടിയുടെ സ്വന്തം ചേച്ചിയുടെ ഭർത്താവാണ് ഈ കുട്ടിയുടെ അടുത്തിരിക്കുന്ന കാമുകനെന്ന് പരിചയപ്പെടുത്തുന്നത്. ഞങ്ങൾ തമ്മിൽ ഒരുപാട് വർഷമായിട്ട് പ്രണയത്തിലാണെന്നാണ് പെൺകുട്ടി പറയുന്നത്. ഇതിനെക്കുറിച്ച് ചേച്ചിക്ക് വ്യക്തമായിട്ട് അറിയാം, പക്ഷേ ചേച്ചി ആരോടും പറയാതിരുന്നതാണ് എന്നാണ് പെൺകുട്ടി പറയുന്നത്. പക്ഷേ വല്ലാത്തൊരു മനസ്സന്നെയാണ് കേട്ടോ ഈ പെൺകുട്ടിയുടേത്. മറ്റൊരു കാര്യം കൂടി പറയുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം കേട്ടോ. ഈ ഒരു വീഡിയോ എടുക്കാൻ കാരണം ഞങ്ങൾ പോയി കഴിഞ്ഞാലും ഇതിനെക്കുറിച്ചുള്ള ഒരു പ്രശ്നം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടാവില്ല. എനിക്ക് ഏട്ടല്ലാണ്ട് ഒരിക്കലും പറ്റില്ല. ഞങ്ങൾ അത്രയും ഇഷ്ടത്തിലാണ്. വർഷങ്ങളോളായിട്ട് ഞങ്ങൾ ഇഷ്ടത്തിലാണ്. വീട്ടുകാരുടെ നിർബന്ധത്തിനാണ് ഞാൻ എല്ലാത്തിനും ഇന്നേരെ സമ്മതിച്ചത്. അല്ലെങ്കിൽ ഇന്ന് ഏട്ടൻ പറഞ്ഞ നിർബന്ധിച്ചിട്ടോ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടോ ഒന്നും കൊണ്ടല്ല ഞാൻ അതിനെ ഈ ഒരു വീഡിയോ. ഇവളെയൊക്കെ എന്താണ് ചെയ്യേണ്ടത്? സ്വന്തം ചേച്ചിയുടെയും അവരുടെ കുട്ടികളുടെയൊക്കെ ജീവിതം തുളിച്ച ഒരു കാമ പിശാച്. അയാളും കണക്ക് തന്നെയാണ്. സ്വന്തം ഭാര്യയും മക്കളെ പോലും അയാൾക്ക് ആത്മബന്ധമില്ല. അതിൽ കൂടുതൽ ബന്ധം ഈ ഒരു സഹോദരിയോടാണ്. ഇയാളൊക്കെ എന്താ ചെയ്യേണ്ടത്? തീർച്ചയായിട്ടും ഈ മനുഷ്യൻ ഇവളെ ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം അയാളെ പാട് നോക്കി പോകും. കാരണം അയാളുടെ കണ്ണുകൾ തന്നെ അതിന് വ്യക്തമായിട്ടുള്ള തെളിവാണ്. ചതിയന്മാരുടെ ഒരു ക്യാരക്ടറാണ് അയാൾക്കെന്ന് മനസ്സിലാവാൻ 100% ഉറപ്പാണ്. കാരണം അതുകൊണ്ടാണ് സ്വന്തം സഹോദരിയെ പോലെ കാണേണ്ട ഒരാളെ ഇത്തരത്തിൽ ഈ ഒരു കാമ കണ്ണുകൊണ്ട് കാണുകയും ആ പെൺകുട്ടിയെ അത്തരത്തിലേക്ക് ഉപയോഗിക്കുകയും ചെയ്തു എന്ന് പറയുന്നത്. മാത്രമല്ല ഇവർ തമ്മിൽ ഇത്രയും റിലേഷനാണ്, അത് ചേച്ചിക്ക് അറിയാം. ഇതെല്ലാം പകച്ചു നോക്കി വളരെ സങ്കടത്തോടെ ജീവിച്ച് പോയ ആ ചേച്ചിയുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കൂ. ആ ചേച്ചിയുടെ ശാപം ഇവളെ എവിടെ കൊണ്ട് കളയും? ദുഷ്ട പിശാചാണല്ലോ ഇതൊക്കെ. അത്രയും ആത്മാർത്ഥമായി സ്നേഹിച്ച കാരണമാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത്. അല്ല, ഇത്തരത്തിലുള്ളൊരു പ്രണയത്തെ ആത്മാർത്ഥത എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഇതൊരു കാമമാണ്, ഒരു ശരീരത്തിനോട് തോന്നുന്നൊരു തരം കാമം. ഇവരുടെ ഈ ഒരു കാമം കുത്തളിപ്പൊക്കെ കുറച്ച് കഴിഞ്ഞാൽ അമരും. ഇവരൊന്നും അധികം കാലം പോകും തോന്നില്ല. കാരണം ആ ചേച്ചിയുടെ കണ്ണീരിൻ്റെ വില ഉണ്ടല്ലോ, അത് ഈ പെൺകുട്ടി കൊടുക്കാൻ വരിക തന്നെ ചെയ്യും. കാരണം ഇതൊക്കെ എന്തൊരു സ്വാർത്ഥയായ സ്ത്രീയാണ്. ഇവരെയൊക്കെ കയ്യിൽ കിട്ടുകയാണെങ്കിലുണ്ടല്ലോ. അങ്ങനെ പിന്നെ വീട്ടുകാർ നിജോനും എല്ലാ കാര്യങ്ങളും അറിയാം. എല്ലാതും അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിനെല്ലാ തെളിവും ഓണയിലുണ്ട്. ഈ തെളിവും ഓണയിലേക്ക് കിട്ടും. ഒരിക്കലും ഞങ്ങൾ അന്വേഷിച്ച് വരരുത്. ഞാൻ വരും തിരിച്ചു വരും. എല്ലാ കാര്യവും ശരിയാക്കിയിട്ട് എനിക്ക് 2-3 ആൾക്കാരെ കൊണ്ടുപോകാണ്ട്. ഈ കാമഭ്രാന്തൻ തിരിച്ച് ആ നാട്ടിലേക്ക് തന്നെ വരും അത്രേ. എല്ലാം സെറ്റാക്കിയിട്ട് അവിടെ നിന്ന് 3 പേരെയും കൂടി അയാൾക്ക് കൊണ്ടുപോകാനുണ്ടല്ലോ. എന്തായാലും ഈ മനുഷ്യനെയൊക്കെ കണ്ടു പോയ ഈ പെണ്ണിനെ ഉണ്ടല്ലോ ചൂല് കൊണ്ട് അടിക്കുക വേണ്ടത്. വിവാഹം നിശ്ചയിച്ച് നല്ല രീതിയിൽ മര്യാദയ്ക്ക് ജീവിതത്തെ നയിക്കേണ്ട പെൺകുട്ടിയാണ് കല്യാണം അടുപ്പിച്ച് ചേച്ചിയുടെ ഭർത്താവിൻ്റെ കൂടെ ഒളിച്ചോടി പോകുന്നത്. ആ ചേച്ചിയുടെ കുടുംബജീവിതം തന്നെ ഇവൾ തകർത്തു. അപ്പോൾ ഇതിനൊക്കെ എന്താ പറയേണ്ടത്? ഞങ്ങൾക്ക് ആത്മാർത്ഥമായ സ്നേഹമാണ്. ഞങ്ങൾ ഒരുപാട് വർഷമായിട്ട് ആത്മാർത്ഥമായ സ്നേഹത്തിലാണ്. പിരിയാൻ കഴിയാത്തതാണ്. എന്താ ഇവർക്ക് പിരിയാൻ കഴിയാത്തത്? വല്ലാത്ത ആത്മാർത്ഥ സ്നേഹം തന്നെ. ഇതിന് സ്നേഹം എന്നല്ല പറയേണ്ടത്, കാമപിശാചുക്കളാണ് ഇവർ. കാമഭ്രാന്ത് എന്നാണ് ഇതിന് പറയേണ്ടത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. നമ്മുടെ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള അവിഹിതങ്ങൾ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പോയാൽ എന്തായിരിക്കും ബന്ധങ്ങൾക്കോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളതിനൊന്നും മൂല്യങ്ങൾക്കൊന്നും തന്നെ പ്രാധാന്യം കൽപ്പിക്കാത്തൊരു സമൂഹത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ്